ചാലിയാർ പുഴ വനത്തിലൂടെയുള്ള തെരച്ചിൽ, ഈ പുഴയുടെ ഇരുവശങ്ങളിലും അതുപോലെ തന്നെ ഈ പുഴ കടന്നു പോകുന്ന വനത്തിലൂടെയുമുള്ള ഒരു തെരച്ചിൽ, അത് സംഘാംഗങ്ങളൊക്കെ വളരെ ഊർജിതമാക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. കാരണം ദുർഘട പാതയാണ് എങ്കിൽ കൂടി ഇവിടേക്കാണ് കൂടുതൽ മൃതദേഹം വന്നടിയാനുള്ള സാധ്യത പറഞ്ഞിരുന്നത്. കാരണം നമുക്കറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ ചൊവ്വാഴ്ച ഈ ദുരന്തം നടക്കുമ്പോൾ ആദ്യ മണിക്കൂറുകളിൽ തന്നെ മലപ്പുറത്ത് കിലോമീറ്ററുകൾ അകലെ ഒഴുകി മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളുമൊക്കെ എത്തുന്നത് ചാലിയാർ പുഴയിലൂടെയായിരുന്നു. അങ്ങനെ മരണപ്പുഴയായി അല്ലെങ്കിൽ മരിച്ചവരുടെ പുഴയായി പോലും ചാലിയാർ മാറുന്ന കാഴ്ചയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശങ്ങളിൽ പ്രധാനമായും തെരച്ചിൽ തുടരുന്നതും. അർജുൻ, ഞാൻ ചോദിക്കുകയായിരുന്നു, നേരത്തെ സൂചിപ്പാറയിൽ ഇതിനു മുൻപും 3 പേർ ഇതുപോലെ രക്ഷാപ്രവർത്തനത്തിനായി തിരച്ചിലിനായി പോയ 3 പേർ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് വെള്ളച്ചാട്ടത്തിന് അടുത്തായിരുന്നു. അവർ അവിടെ എത്തി കുടുങ്ങുകയാണെന്നുള്ള സന്ദേശം അയച്ചു. അതിനുശേഷം അവരെ സൈന്യം എത്തി എയർലിഫ്റ്റ് ചെയ്യുകയായിരുന്നു. ഈ തീർത്തും ദുർഘട പാതയിലേക്ക് ഇനിയും ഈ മൃതദേഹമൊക്കെ അവിടെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത നേരത്തെ അർജുൻ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. കാരണം ജില്ലാ ഭരണകൂടത്തിൻ്റെ കണക്കുകൾ പ്രകാരം ഇനി കണ്ടെത്താനുള്ളത് 180 പേരെയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഈ മൃതദേഹം ആയിരിക്കുമല്ലോ ഇനി ലഭിക്കാൻ സാധ്യതയായി എല്ലാവരും പറയുന്നത്. ജീവന്റെ തുടിപ്പ് ഇനി ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമെന്ന് ആവർത്തിച്ച് പറയുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൃതദേഹമൊക്കെ ഈ ചാലിയാർ പുഴ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലിൽ കൂടുതലായി ലഭിക്കുമെന്നുള്ള ഒരു കണക്കുകൂട്ടലാണോ ഇപ്പോഴുമുള്ളത്? തീർച്ചയായും വേണു. അതായത് ഈ സൂചിപ്പാറ പ്രദേശമെന്ന് നമ്മൾ 3 തട്ടായി തിരിക്കാം. അതായത് ഏറ്റവും മുകളിൽ എന്ന് പറയുന്നത് ഇത്തരത്തിൽ കാട് പിടിച്ച പ്രദേശങ്ങൾ അടക്കമുണ്ട്. ഈ ഒരു പ്രദേശത്താണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ അടിഞ്ഞിട്ടുണ്ടാകാൻ സാധ്യതയുള്ളതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം 3 പേരെയും രക്ഷപ്പെടുത്തിയത് ഏകദേശം ഈ പ്രദേശത്ത് നിന്ന് തന്നെയാണ്. അതായത് കാട് പിടിച്ച പ്രദേശമാണ്. ഇവിടെ നിന്നും പുറത്തേക്ക് എത്തുവാൻ വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പുറത്തേക്ക് എത്തുവാനുള്ള വഴി അടയുന്ന സാഹചര്യമുണ്ടാകും. മഴ പെയ്തു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിലൊക്കെ മഴവെള്ളപ്പാച്ചിലുണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് അവിടേക്ക് അധികം ആളുകൾ പോകാതിരുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിൽ NDRF പ്രവർത്തകരോ സൈന്യമോ ആ പ്രദേശത്തേക്ക് പോകാതിരുന്നത്. പിന്നീട് ഈ ഒരു റെസ്ക്യൂ പ്രവർത്തനം അല്ലെങ്കിൽ ഇവിടെ എത്തിക്കൊണ്ട് ഈ ഒരു പ്രവർത്തനം നടത്താമെന്നുള്ള കാഴ്ചപ്പാടിലായിരുന്നു ഇവരെല്ലാവരും ഉണ്ടായിരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു സംഘം ഈ പ്രദേശത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നേരത്തെ അനു സൂചിപ്പിച്ച പോലെ തന്നെ നിരവധി പേരുടെ മൃതദേഹങ്ങളാണ് ഇനിയും നമുക്ക് ലഭിക്കാനുള്ളത്. മൃതദേഹങ്ങൾ എന്ന് പറയുന്നതുകൊണ്ട് ക്ഷമിക്കണം, അത്തരത്തിൽ പറയാൻ പാടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. മിസ്സിംഗ് ആണ്, ഇവരെല്ലാം മിസ്സിംഗ് ആയിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇവരെ കണ്ടുകിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇവരെക്കുറിച്ച് കൂടുതൽ അപ്ഡേഷൻ പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് മിസ്സിംഗ് ആയവർ എന്നുള്ളത് തന്നെ ഉപയോഗിക്കേണ്ടി വരും. അത്തരത്തിൽ ഈ മിസ്സിംഗ് ആയ ആളുകളെ സംരക്ഷിച്ചെടുക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിപ്പെടേണ്ടതുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ചാലിയാർ പുഴ കേന്ദ്രീകരിച്ചടക്കം പരിശോധന നടത്തേണ്ടതുണ്ട്. പക്ഷേ ഇവിടെയുള്ള ആളുകളൊന്നും ജീവനോടെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ ഒരു ഹോപ്പ്, ഒരു പ്രതീക്ഷ എപ്പോഴും വെക്കുന്നുണ്ട്. ആ ഒരു പ്രതീക്ഷയിൽ എവിടെയെങ്കിലും ആളുകൾ പിടിച്ചു കയറിയിട്ടുണ്ടോ, ഈ കാടുള്ള പ്രദേശത്തടക്കം കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ളതടക്കം പരിശോധിക്കുന്നുണ്ട്. ഈ ഒരു പരിശോധനയ്ക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള തെരച്ചിൽ സംഘങ്ങളൊക്കെ ഈ പ്രദേശത്തേക്ക് എത്തുന്നതും. അതായത് ഈ കാടുകളിൽ കുടുങ്ങിയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുക, അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അത്തരത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ മൃതദേഹങ്ങൾ എവിടെ നിന്നെങ്കിലും കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതടക്കം ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി ബന്ധുക്കളുടെ അടക്കം രക്തം പരിശോധിക്കും, DNA പരിശോധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഛിന്ന ഭിന്നമായി പോയ ശരീരഭാഗങ്ങളാണ്. ഇത്തരത്തിലുള്ള അടക്കമുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യത. തൊട്ടടുത്തുള്ള ബന്ധുക്കളെ അടക്കം ഇതിനായി വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യവുമുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനം അടക്കം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ ഇടങ്ങൾ, അതായത് ഈ പ്രദേശത്തിൻ്റെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഈ ചുരമിലയിൽ നിന്നും ഈ വെള്ളം കുത്തിയൊലിച്ച് പോകുന്നത് ഇത്തരത്തിലുള്ള കാട് നിറഞ്ഞ പ്രദേശങ്ങളിലേക്കാണ്. മാത്രമല്ല ഈ കുന്നിൻ പ്രദേശങ്ങൾ, അതായത് മലയുള്ള മലപ്രദേശങ്ങളിലൂടെയാണ് കൂടുതൽ ഈ ഒരു വെള്ളം അല്ലെങ്കിൽ ഈ ഒരു ജലം കുത്തി ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്തേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത്, നിരവധി സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. എന്നിരുന്നാൽ തന്നെയും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു പ്രദേശങ്ങളിൽ ചാലിയാർ മേഖല കേന്ദ്രീകരിച്ചായിരുന്നു കഴിഞ്ഞ ദിവസവും അതിന് മുൻപുള്ള ദിവസവും കൂടുതലായിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം തുടങ്ങിയിരുന്നത്. ഇവിടെ നിന്നും പിന്നീട് മൃതദേഹങ്ങൾ ലഭിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് NDRF പ്രവർത്തകരടക്കം
ആ പ്രദേശത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഒരു ടീം തന്നെ അല്ലെങ്കിൽ ഒരു വലിയ ടീമുകൾ തന്നെ ഈ പ്രദേശത്ത് നിന്നും ആ ഒരു പ്രദേശത്തേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനു.